അർദ്ധവാർഷിക പരീക്ഷ 4ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 4, 5, 6 എന്നീ പാഠഭാഗങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ലിസാനിൽ പ്രയാസമുള്ള ഭാഗങ്ങൾ, അതുപോലെ മറ്റു എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാം കൂടി വിവരിക്കുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. കണ്ടു കഴിയുന്നതിലൂടെ പാഠഭാഗവും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. പാഠത്തിലേക്ക് കടക്കാം. ലിസാനുൽ ഖുർആൻ 4ാം ക്ലാസ് 6ാം പാഠം. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചവൻ എത്തിച്ചു, പരിശ്രമിച്ചവനാണ് വിജയം. വസ അൽ ഉസ്താദു ഫി സൊഫി വറക്കത്ത ഇംതിഹാനി റുബഇസ്സന, ഉസ്താദ് ക്ലാസ്സിൽ കാക്കൊല്ല പരീക്ഷാ പേപ്പർ വിതരണം ചെയ്തു. വഖാല യാ തുല്ലാബു അൻതും കുല്ലുക്കും നാജിഹൂന, ഉസ്താദ് പറഞ്ഞു, വിദ്യാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും വിജയിച്ചിരിക്കുന്നു. വയാ തോലിബാത്തു അൻതുന്ന കുല്ലുക്കുന്ന നാജിഹാത്തുൻ ഫിൽ ഇംതിഹാൻ, വിദ്യാർത്ഥിനികളെ, നിങ്ങളെല്ലാവരും പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. ഫസഅല അനീസുൻ യാ ഉസ്താദു മനിൽ ഫാഇഖു ഫിൽ ഇംതിഹാൻ, അനീസ് ചോദിച്ചു, ഉസ്താദ്, ആരാണ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയത്? അൽ ഉസ്താദ് സഈദത്തു വ ഹഫീഫത്തു ഫാഇഖത്താനി ഫിൽ ഇംതിഹാൻ, ഉസ്താദ് മറുപടി പറഞ്ഞു, സഈദയും അഫീഫയും പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയവരാണ്. യാ തോലിബത്താനി അൻതുമാ മുജ്തഹിദത്താനി, വിദ്യാർത്ഥികളെ, നിങ്ങൾ 2 പേരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അനീസ് കൈഫ കാനത്ത് ദിറാസത്തുകുമാ, അനീസ്, നിങ്ങൾ 2 പേരുടെയും പഠനം എങ്ങനെയായിരുന്നു? സഈദ വ അഫീഫ ദറസ്ന ജയ്യിദൻ വ ദഅൗനല്ലാഹ, ഞങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫസിർന ഫായിഖത്തൈനി, അപ്പോൾ ഞങ്ങൾ ഉയർന്ന വിജയം നേടിയവരായി. അൽ ഉസ്താദ് അഹ്സൻതുമാ ജസാക്കുമുല്ലാഹ് ഖൈറ, നിങ്ങൾ 2 പേരും നന്നായി ചെയ്തിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രതിഫലം നൽകട്ടെ. സഈദത്തു വ അഫീഫത്തു, 2 പേരും ശുക്രൻ യാ ഉസ്താദന, നന്ദിയുണ്ട് ഞങ്ങളുടെ ഉസ്താദേ. അൽ ഉസ്താദു യാ ഫഹീമു വ സലീമു വാജിബുൻ അലൈക്കുമ, ഫഹീമെ, സലീമെ, നിങ്ങൾ 2 പേരുടെ മേലും നിർബന്ധമാണ്. അൻ തുഹസ്സിന ദിറാസത്തുകുമ, നിങ്ങൾ 2 പേരുടെയും പഠനം നന്നാക്കലും. വ നതീജത്തുകുമ ഫി ഇംതിഹാനി നിസ്ഫിസന, അരക്കൊല്ല പരീക്ഷയിൽ അതോ അർദ്ധവാർഷിക പരീക്ഷയിൽ നിങ്ങൾ 2 പേരുടെയും റിസൾട്ട് നല്ല നിലയിൽ ആക്കലും. ഫഹീം വ സലീം, 2 പേരും സനജിദു ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഇനി പരിശ്രമിക്കുക തന്നെ ചെയ്യും. അൽ ഉസ്താദ് മൻ ജദ്ദ വജദ, ആര് പരിശ്രമിച്ചോ അവൻ നേടുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ മെയിൻ ഹെഡിങ്. ഇതോടെ പാഠം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി പാഠത്തിലെ പ്രധാന പോയിന്റുകൾ നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. യാ തുല്ലാബു അൻതും കുല്ലുക്കും നാജിഹൂന, വിദ്യാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാകുന്നു. കൈഫ കാനത്ത് ദിറാസത്തുകുമാ, നിങ്ങൾ 2 പേരുടെയും പഠനം എങ്ങനെയായിരുന്നു? വയാ തോലിബാത്തു അൻതുന്ന കുല്ലുക്കുന്ന നാജിഹാത്തുൻ, വിദ്യാർത്ഥിനികളെ, നിങ്ങളെല്ലാവരും വിജയിച്ചവരാകുന്നു. ദറസ്ന ജയ്യിദൻ വ ദഅൗനല്ലാഹ, ഞങ്ങൾ നന്നായി പഠിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അൻതുമാ ഫായിഖത്താനി ഫിൽ ഇംതിഹാൻ, നിങ്ങൾ 2 പേരും പരീക്ഷയിൽ ഉന്നത വിജയികളായിരിക്കുന്നു. ഫസിർന ഫായിഖത്തൈനി, അപ്പോൾ ഞങ്ങൾ 2 പേരും മികവുള്ളവരായി. യാ തോലിബത്താനി അൻതുമാ മുജ്തഹിദത്താനി, 2 വിദ്യാർത്ഥികളെ, നിങ്ങൾ 2 പേരും
പരിശ്രമിക്കുന്നവരാണ്. അഹ്സൻതുമാ ജസാക്കുമുല്ലാഹു ഖൈറ, നിങ്ങൾ രണ്ടുപേരും നന്നായി ചെയ്തിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രതിഫലം നൽകട്ടെ. ഇതാണ് ഈ പാഠത്തിൽ ഏറ്റവും പോയിന്റ് വരുന്ന ഭാഗങ്ങൾ. അടുത്ത പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ, ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കുക. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ബഹുവചനമാകുമ്പോൾ അതിൽ ഒരുപാട് എണ്ണം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഉസ്താദുൻ ഒരു ഉസ്താദാണ്, ഒരു അധ്യാപകനാണ്. എന്നാൽ അസാത്തിദത്തുൻ എന്ന് പറയുമ്പോൾ അധ്യാപകന്മാർ, ഒരുപാട് അധ്യാപകന്മാരുണ്ടാകും. വറഖത്തുൻ പേപ്പറാണ്, ഔറാഖുൻ പേപ്പറുകൾ. തോലിബ് വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. തോലിബത്തുൻ വിദ്യാർത്ഥിനി, തോലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൊഫുൻ ക്ലാസ്, സുഫൂഫുൻ ക്ലാസുകൾ. വാജിബ് നിർബന്ധം, വാജിബാത്തുൻ നിർബന്ധങ്ങൾ. സനത്തുൻ വർഷം, സനവാത്തുൻ വർഷങ്ങൾ. ദർസ് പാഠം, ദുറൂസ് പാഠങ്ങൾ. ഏകവചനത്തിൻ്റെ ബഹുവചനമാണ് നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കിയത്. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് ബഹുവചനവും ഏകവചനവും ഉണ്ട് ഇതിൽ. ഇതുപോലെ തന്നെ മറ്റു പാഠങ്ങളിലും ഇതുപോലെ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നുലാഹിലുൽ ലമാഇറ, ലമീറുകൾ ശ്രദ്ധിക്കുക. അൽ മുൻഫസിലത്തു അൽ മുത്തസിലത്തു, ലമീർ അടിസ്ഥാനമായി രണ്ടെണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞ് വരുന്നത് അഥവാ ഒറ്റക്കൊറ്റക്ക് വരുന്നത്. അൻത, അൻതുമ, അൻതും. അൻതി, അൻതുമ, അൻതുന്ന. അന, നെഹ്നു. ഇതൊക്കെ എപ്പോഴും ഒറ്റക്കൊറ്റക്ക് വേർപിരിഞ്ഞിട്ടാണ് വരിക. എന്നാൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്ന ലമീറാണ്. അതിൽ ആദ്യത്തെ നോക്കൂ നിങ്ങൾ, ക എന്നുള്ളതാണ്. മസ്മുക്ക, ഇസ്മ് ക. അപ്പോൾ ഇസ്മിനോട് കൂടെ ക ചേർന്ന് വന്നു. അപ്പം തന്നെ മനസ്സിലായി കായും കുമയും കും. കീ, കുമ, കുന്ന, പിന്നെ ഈ ഇസ്മി എന്നതിലെ യാഗ്, നാ എന്ന് പറയില്ലേ, ഇതെല്ലാം ചേർന്ന് വരുന്നവരാണ്. ഒറ്റക്കുണ്ടാവില്ല, മറ്റുള്ളതിനോട് കൂടെ ചേർന്ന് വരുന്നതാണ്. ഇനി ആ ചേർന്ന് വരുന്നത് തന്നെ നസിലുബി ഇല, ഇലയിലേക്ക് ചേർന്ന് വരും. ഇല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ഇനി അതിൻ്റെ അപ്പുറത്ത് അല ഉണ്ട്, അല ഷജറത്തി, മരത്തിൻ്റെ മേലെ. അപ്പോൾ ആ ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ ഇലയിക്ക എന്ന് പറയുമ്പോൾ ക നീ, ഇലയിക്ക നിന്നിലേക്ക്, അലയിക്ക നിൻ്റെ മേൽ, ഇലയിക്കുമാ നിങ്ങൾ രണ്ടുപേരിലേക്കും, അലയിക്കുമാ നിങ്ങൾ രണ്ടുപേരുടെയും മേൽ. അപ്പോൾ ഈ ഒരു നിലക്കാണ് താഴോട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഠിച്ചു വെച്ചാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ മുറബ്ബഇ, കള്ളിയിൽ നിന്നും യോജിച്ചത് എടുത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കള്ളിയിലുള്ളത് കൈഫ എങ്ങനെ, വജദ എത്തിച്ചു, മൻ ആര്, അൻതുമാ നിങ്ങൾ രണ്ടുപേരും, ഖൈറൻ അല്ലത്, കുല്ലു കുന്ന നിങ്ങൾ എല്ലാവരും, സ്ത്രീകളാണ്. കുന്ന കും എന്നുള്ളതാണ് പുരുഷന്മാർക്ക് വരുന്നത്. അൻതുന്ന സ്ത്രീകളാണ്, അൻതും എന്നുള്ളതാണ് പുരുഷന്മാർ. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചോദ്യത്തിൽ ഏതാണോ ഏകവചനമാണോ ഏകവചനം എടുക്കണം, ബഹുവചനമാണോ ബഹുവചനം എടുക്കണം, രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണോ അത് തിരഞ്ഞെടുക്കണം. ബ്രാക്കറ്റിൽ ആണാണോ പെണ്ണാണോ എന്ന് ആദ്യം നോക്കണം, എന്നിട്ടേ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ആണും പെണ്ണും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഒപ്പിച്ചിട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ തിരഞ്ഞെടുത്താൽ തെറ്റിപ്പോകും, എളുപ്പത്തിൽ മാർക്ക് പോകും. അതാണ് ലിസാൻ്റെ പ്രത്യേകത. ഇവിടെ അൽ ഫായിഖു ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ വിജയിച്ചത്. മനിൽ ഫായിഖു ആരാണ് വിജയിച്ചത്, അവിടെ ചോദ്യചിഹ്നവും കണ്ടിട്ടില്ലേ. അപ്പോൾ ആര് എന്നുള്ളതാണ് അവിടെ ചോദിച്ചത്. അൻതുന്ന നിങ്ങളെല്ലാവരും പെണ്ണുങ്ങളാണ്. അപ്പം തന്നെ മനസ്സിലായി അങ്ങനത്തെ ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിപ്പോൾ ഏതാണ്, കുല്ലുക്കുന്നയാണ്, നിങ്ങളെല്ലാവരും നാജിഹാത്തുൻ വിജയിച്ചവരാകുന്നു. ഇനി യാ തോലിബത്താനി, ഓ രണ്ട് വിദ്യാർത്ഥിനികളെയാണ്. താനി പെണ്ണല്ലേ,
അൻതുമാ നിങ്ങൾ രണ്ടുപേരും മുജ്തഹിദാനി നല്ലോണം പരിശ്രമിക്കുന്നവരാണ്. മൻ ജദ്ദ വജദ, വജദയാണ് അവിടെ നീല കളറിൽ നിങ്ങൾ കാണുന്നില്ലേ, ആ നീല കളറാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തത്. ആര് പരിശ്രമിച്ചോ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. കൈഫ കാനത്ത് ദിറാസത്ത് കുമാ, അവിടെ കൈഫയാണ് വെക്കേണ്ടത്. എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും പഠനം? ജസാക്കുമുല്ലാ ഖൈറൻ, എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നുതർജിമു, വിവർത്തനം ചെയ്യുക എന്നതാണ്. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചവൻ എത്തിച്ചു. മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ ആരാണ് മികച്ചു നിൽക്കുന്നത്, ഉയർന്ന മാർക്ക് നേടിയത് എന്ന് പറയില്ലേ, അതാണ് അവിടെ ചോദ്യം. കുല്ലുക്കും നാജിഹൂന, നിങ്ങളെല്ലാവരും വിജയിച്ചവരാകുന്നു. ഇനി നുലാഹിദുൽ കലിമാത്തി വൽ അർഖാം, വാക്കുകളും നമ്പറുകളും ശ്രദ്ധിക്കുക. നിസ്വ് എന്ന് പറഞ്ഞാൽ അരയാണ് അഥവാ പകുതി. റുബു എന്ന് പറഞ്ഞാൽ കാലാണ്, 1/4. കാക്കൊല്ല പരീക്ഷ എന്ന് പറയില്ലേ, അതാണ് ആ റുബു ആണ്, കാല് വരുന്നത് 1/4. സുലുസ് എന്ന് പറഞ്ഞാൽ 1/3, 1/3. വാഹിദ് എല്ലാവർക്കും അറിയാം, 1. ഇനി അവസാനത്തെ പ്രവർത്തനം നക്തുബുൽ മുലാരിയ, മുലാരിയെ അഥവാ വർത്തമാനകാലം എഴുതാം. മാലി അവിടെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാറ്റിൻ്റെയും മുലാരി എഴുതി കൊടുക്കാനാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ഇതിൻ്റെ മാലിയുടെ മുലാരി. അപ്പോൾ ഇത് തന്നെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, ശ്രദ്ധിക്കുക. വസ്സ എന്ന മാലിയുടെ മുലാരി എന്താ വരിക? യുവസ്യു എന്നാ വരിക. ദആ എന്നാവുമ്പോഴോ യദ്ഉ, വജദ യജിദു, ഖാല യഖൂലു, ദറസ യദുറുസു. അത് മാത്രമേ ഇതിൽ എളുപ്പമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല പ്രയാസമുള്ളതാണ്. 1-2 തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനഃപ്പാഠമാവും. ശ്രദ്ധിക്കുക. ഇജ്തഹദ ഇജ്തഹിദു. അപ്പോൾ ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റ് 2 ക്ലാസ്സുകളുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. കേൾക്കുക, നന്നായി അധ്വാനിച്ച് പഠിക്കുക, നല്ല മാർക്കുണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1 ലൈക്ക് ചെയ്തേക്കുക. കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.